ഓക്കെ, സോ നമ്മൾ എവിടെ വരെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മൾ ക്യാനിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് വരെ, സോറി, ഡിഫറെന്റ് സ്റ്റെപ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തായിരുന്നു. ഓക്കെ, സോ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെയായിരുന്നു ക്യാനിങ്ങിന്റെ സ്റ്റെപ്സ് പറഞ്ഞത്? ആദ്യം എന്താണ്, ഫ്രൂട്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഫ്രൂട്ട്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അതിനെ വാഷ് ചെയ്യും, സോർട്ട് ചെയ്യും. ദെൻ അതിനെ എന്ത് ചെയ്യും? പീൽ ചെയ്യും, കോറിങ് ചെയ്യും, കട്ടിങ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ബ്ലാൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ അതിനെ ബ്ലാൻഡ് ചെയ്യും. എത്ര ടെമ്പറേച്ചറിൽ? 90°C ഫോർ 2 to 5 minutes. ദെൻ ബ്ലാൻഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ കൂൾ ചെയ്യും. അല്ലെങ്കിൽ ആ ഫുഡ് പ്രോഡക്റ്റിന് എന്ത് പറ്റും? ഒരു കുക്ക്ഡ് ഫ്ലേവർ ഫോം ചെയ്യും. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഉടനെ തന്നെ ഇവരെ കൂൾ ചെയ്യും. ദെൻ എന്നിട്ട് എന്താണ്, നമ്മൾ ഇവരെ ക്യാനകത്തേക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. സോ ക്യാനകത്തേക്ക് ഫില്ല് ചെയ്യുന്ന എന്താണ്, ഒന്നുകിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ബ്രൈനിങ് ആഡ് ചെയ്യും. എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ആയിരിക്കും? 1 to 3% എന്താ സോൾട്ട് കോൺസെൻട്രേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഷുഗർ ആയിരിക്കും, ഷുഗർ സിറപ്പ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. എന്തിന്റെ കേസിൽ? ഫ്രൂട്ട്സിന്റെ കേസിൽ. ഓക്കെ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? എന്താ, ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൈനിങ് ചെയ്യും. സിറപ്പ് ചെയ്യും. അത് എത്രയായിരിക്കും അതിനകത്തെ ഷുഗർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? 20 to 55 ആയിരിക്കും എന്ത് അതിനകത്തെ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത്. അല്ല, വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ബ്രൈനിങ് ചെയ്യും. എത്രയാണ് സോൾട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? ഒരു 1 to 3%. ദെൻ നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്? എത്ര ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്? ഒരു 79 to 82 degree ടെമ്പറേച്ചറിലാണ് എന്ത് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിനെ എക്സോസ്റ്റ് ചെയ്യും. എക്സോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ, അതിന്റെ മേളിലുള്ള എന്ത് എയറിനെ നമ്മൾ റിമൂവ് ചെയ്യും. കാരണം എയറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ്, എയറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യും. അതുകൊണ്ട് ആൻഡ് എക്സോസ്റ്റിംഗ് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചർ തന്നെയാണ്? 79 to 82 degree ടെമ്പറേച്ചർ തന്നെയാണ് എന്ത് നമ്മൾ എക്സോസ്റ്റിംഗ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും? നമ്മൾ അതിനെ സീൽ ചെയ്യും. സീൽ ചെയ്തിട്ട് എന്താ, നമ്മൾ അതിനെ പ്രോസസ് ചെയ്യും. ഇപ്പം ആസിഡിക് ഫുഡ്സിന്റെ കേസ് ആണെങ്കിൽ എന്താ, 100 degree Celsius എന്ത് നമ്മൾ അതിനെ റിട്ടോർട്ട് ചെയ്യുന്നത്. അല്ല, നോൺ ആസിഡിക് ഫുഡ്സിന്റെ കേസ് ആണെങ്കിൽ എത്രയായിരിക്കും? 115 to 121 degree Celsius കേസിലായിരിക്കും. ദെൻ അതിനെ ഏത് ടെമ്പറേച്ചറിലേക്ക്? 39 degree Celsius ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യും, ലേബൽ ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ക്യാനിങ് പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ക്യാനിങ് ചെയ്യുന്നത് പല ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സിലാണ്. ഇപ്പം ടിന്നിന്റെ ഉണ്ട്, അല്ലെങ്കിൽ എന്താ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. പക്ഷെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് നമ്മൾ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പം നമുക്ക് എങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഹെൽപ്ഫുൾ അല്ല, കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ ടിന്നിന്റെ കണ്ടെയ്നേഴ്സ് ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. സോ ടിൻ കണ്ടെയ്നേഴ്സ് which is made up of എന്താണ്, thin steel plate of low carbon content lightly coated on both sides with tin metal and lacquering of can is done to avoid discoloration. സോ ടിൻ കണ്ടെയ്നേഴ്സ് ആണ് എന്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എന്താ, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തിൻ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടാണ് എന്ത് ടിൻ കണ്ടെയ്നർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തിൻ ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് അതിനകത്ത് എന്താണ്, വിത്ത് ഓഫ് ലോ കാർബൺ കണ്ടന്റ്. അതിനകത്ത് കാർബൺ കണ്ടന്റ് എന്താ, എത്രയാണ്? ലോ ആണ്. ദെൻ അതിനെ എന്ത് വെച്ച് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്? രണ്ട് സൈഡും ടിൻ മെറ്റൽ വെച്ചിട്ട് എന്താണ് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കൂടാതെ അതിനകത്ത് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ലാക്കറിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ലാക്കറിംഗ് എന്ന് വെച്ചാൽ, ഈ ലാക്കറിംഗ് ഒരു കോട്ട് പ്രൊവൈഡ് ചെയ്താൽ അതിപ്പോ എന്തെങ്കിലും ഒരു മെറ്റൽ ആവാം, അല്ലെങ്കിൽ എന്തിന്റെങ്കിലും കോമ്പിനേഷൻസ് ആവാം. ഇപ്പൊ നമ്മൾ ക്യാനകത്ത് എന്താണ് ആസിഡ് ഫുഡ്സും നോൺ ആസിഡ് ഫുഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിനെ എന്ത് ക്യാനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അതിനകത്ത് എന്തെങ്കിലും ഫർദർ റിയാക്ഷൻ ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തുണ്ടാവാം? ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാവാം ഈ എന്താ നമ്മുടെ ടിൻ കണ്ടന്റുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നറുമായിട്ട്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് നമ്മൾ അകത്ത് ലാക്കറിംഗ് കോട്ടിങ്സ് കൊടുക്കുന്നത്. പല ടൈപ്സ് ഓഫ് ലാക്കറിംഗ് ഉണ്ട്. അതായത് ആസിഡ് റെസിസ്റ്റന്റ് ഉണ്ട്, സൾഫർ റെസിസ്റ്റന്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാക്കറിംഗ് എന്താ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് കൈൻഡ് ഓഫ് ഫുഡ് പ്രോഡക്റ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാക്കറിംഗ് നമ്മൾ പറയുന്നത്. ആസിഡ് റെസിസ്റ്റന്റ് ലാക്കറിംഗ് ഉണ്ട്. അതെന്തിനാണ്? ഫോർ ഹൈ ആസിഡ് ഫുഡ്സ് ആൻഡ് വെജിറ്റബിൾസ്. ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ കേസിലാണ് എന്ത് നമ്മൾ ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാൻസ് പറയുന്നത്. എന്താണ്? ആസിഡ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ ആസിഡ് റെസിസ്റ്റന്റ് എന്താ ലാക്കറിംഗ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സൾഫർ റെസിസ്റ്റന്റ് ലാക്കറിംഗും ഉണ്ട്. സൾഫർ റെസിസ്റ്റന്റ് ലാക്കറിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? നോൺ ആസിഡിക് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണ് എന്ത് സൾഫർ റെസിസ്റ്റന്റ് ലാക്കറിംഗ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന കണ്ടെയ്നർ ഏതായിരുന്നു? ഗ്ലാസ് കണ്ടെയ്നർ ആയിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ അതിനകത്ത് എന്ത് കണ്ടന്റ് ആണോ ഉള്ളത്, ആ കണ്ടന്റ് എന്താണ് നമുക്ക് വിസിബിൾ ആണ്. എന്തിന്റെ കേസിൽ? നമ്മുടെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിന്റെ കേസിൽ.
എന്താണോ കണ്ടന്റ് ഉള്ളത് ആ കണ്ടന്റ് എന്താണ് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ റീയൂസബിളും ആണ്. ആൻഡ് ഡു നോട്ട് കണ്ടാമിനേറ്റ് ദ കണ്ടന്റ് ബൈ ഹൈലി ഫ്രജൈൽ ഇൻ നേച്ചർ. അതെന്താണ്, കണ്ടാമിനേഷൻ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, സോ അത് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ എന്താ, നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then എന്താണ് ലാക്കറിംഗ്? So the application of organic coatings is widely used in the production of metallic food containers to protect metal against corrosion and to avoid metal food contact. So എന്തിനാന്ന് വെച്ചാൽ ഓർഗാനിക് മെറ്റീരിയൽസിന്റെ കോട്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിന്, നമ്മുടെ മെറ്റാലിക് ഫുഡ് കണ്ടെയ്നേഴ്സ് നമ്മൾ ഫുഡുമായിട്ട് ചേർന്ന് കൊറോഷനോ അല്ലെങ്കിൽ അത് ഫുഡുമായിട്ട് ഫർദർ കോണ്ടാക്ട് വന്നിട്ട് ഫർദർ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാക്കറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഓർഗാനിക് കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, the protective action of a lacquer film is determined by its physical chemical characteristics and the method of application and its compatibility with the packed products. So നമ്മൾ എന്താണ് ഒരു ലാക്കർ ഫിലിം അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോട്ടിംഗ് ആണെങ്കിൽ ഒരു ഫിലിം ആണ് നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താ, നമ്മുടെ ഫുഡ് ഡയറക്റ്റ് നമ്മുടെ കണ്ടെയ്നറുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് പകരം എന്തുമായിട്ട് കോണ്ടാക്ട് വരും, നമ്മുടെ ഈ ഒരു കോട്ടിങ്ങുമായിട്ട് കോണ്ടാക്ട് വരും. ഓക്കെ, അപ്പൊ കോട്ടിങ്ങുമായിട്ട് കോണ്ടാക്ട് വരുമ്പം എന്ത് പറ്റും, ഫർദർ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അതിനെ എന്താണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, it is difficult to coat steel plate uniformly with a tin during the process of manufacture. So എന്താണ്, നമുക്ക് എന്താ ഈ ഒരു ടിൻ പ്ലേറ്റിനകത്തേക്ക് എന്താണ് യൂണിഫോം ആയിട്ട് സ്റ്റീൽ പ്ലേറ്റിനെ കോട്ട് ചെയ്യാൻ പറ്റില്ല. എപ്പം, അതിന്റെ മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് ഒരു ടിന്നിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മുടെ കണ്ടെയ്നറിന്റെ മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് അതിനകത്ത് സ്റ്റീൽ പ്ലേറ്റ് കോട്ട് ചെയ്യാൻ പറ്റില്ല. സ്മോൾ മൈക്രോസ്കോപ്പിക് സ്പേസസ് ആർ അവൈലബിൾ ലെഫ്റ്റ് അൺകോട്ടഡ് ഓൾദോ ദ കോട്ടിംഗ് മേ അപ്പിയർ പെർഫെക്റ്റ് ടു ദ നേക്കഡ് ഐ. സോ എന്താ, നമ്മൾ എത്ര പ്രോപ്പർ ആയിട്ട് ചെയ്താലും ഇപ്പൊ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്താ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കാണാൻ പറ്റും. സോ നമുക്ക് നോക്കുമ്പോൾ ഓക്കെ അത് പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ആക്ച്വലി എന്താ അത് പെർഫെക്റ്റ് ആവില്ല. ഈവൻ ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ എന്താ അത് ഫർദർ ആ ഫുഡിന്റെ ഓവറോൾ പ്രോപ്പർട്ടി തന്നെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. The content of the can may react with the exposed part of the container and cause discoloration of the product or corrosion of the tin plate. So അപ്പം ആ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്, അതായത് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മളൊരു കോട്ട് ചെയ്തു, പ്രോപ്പർ ആയിട്ടായില്ല, ചെറിയ പോസ് ഒക്കെ ആയിട്ടാണെങ്കിലും എന്ത് അവിടെ ഫിൽ ആവാനുണ്ട്. പക്ഷെ ആ പോസിന്റെ ഒക്കെ ആ ഒരു ഭാഗം എന്താ നമ്മുടെ ഫുഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് എന്തുണ്ടാവും, ഡിസ്കളറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ കൊറോഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. When the corrosion is severe, the steel is attacked and black stains of iron sulfide are produced. And ഈ കൊറോഷൻ നല്ല കൂടുതലായി കഴിയുമ്പോൾ എന്താ നമ്മുടെ സ്റ്റീലിലേക്ക് കയറിയിട്ട് എന്താണ് ബ്ലാക്ക് സ്റ്റെയിൻസ് ഓഫ് അയൺ അതിനുണ്ടാവും. ഓക്കെ, അയൺ സൾഫൈഡിന്റെ ബ്ലാക്ക് സ്റ്റെയിൻസ് നമുക്ക് അതേ കാണാൻ പറ്റും. Hence, it is necessary to coat the inside of the can with some material like lacquer, which would prevent discoloration, but would not impart its own flavor or injure the wholesomeness of the content. So, അതുകൊണ്ട് തന്നെ ഈ അയൺ സൾഫൈഡ് പോലുള്ള കണ്ടന്റിന്റെ ഒക്കെ സ്റ്റെയിൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റെയിൻസ് ഉണ്ടാക്കുന്നതിനെയോ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഉണ്ടാവുന്നതിനെയോ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ ലാക്കറിന്റെ കോട്ട് കൊടുക്കുന്നത്. ഈ ലാക്കർ എന്ന് പറയുന്ന കമ്പോണന്റ് എന്താണ്, നമ്മുടെ ഫുഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവറോ അല്ലെങ്കിൽ അതിന്റെ ഹോൾസം പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും എന്താ ക്യാരക്ടർ ഒന്നും കൊണ്ടുവരില്ല, ലൈക്ക് പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ കാണിക്കാത്ത ഒരു കമ്പോണന്റ് ആണ്. The process of coating of inner side of the can to prevent the discoloration of the product is called lacquering. So ഫുഡിനകത്ത് നമ്മുടെ ക്യാനിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഫുഡിനകത്തെ ഡിസ്കളറേഷൻ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ കോട്ടിംഗ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലാക്കറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാക്കേഴ്സിനകത്ത് പല എന്താ നമ്മൾ ആ കൊടുക്കുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ലാക്കറിംഗ് എന്ന് പറയുന്നത്. പല മെറ്റീരിയൽസ് കൊണ്ടാണ് എന്ത് നമ്മൾ ഈ ലാക്കറിംഗ് ചെയ്യുന്നത്. ലൈക്ക് എന്താണ്, ഒന്നുകിൽ എന്താ ഒലിയോറസിനസ് മെറ്റീരിയൽ ഉണ്ട്, സിന്തറ്റിക് റെസിൻ ഉണ്ട്, ഫീനോളിക് റെസിൻ ഉണ്ട്, ഇപ്പോക്സി റെസിൻ, വീനൈൽ റെസിൻ, ഇതൊക്കെ എന്താണ് പല ടൈപ്സ് ഓഫ് റെസിൻസ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ ലാക്കറിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ് രണ്ട് രീതിയിലുള്ള ലാക്കറിങ്സ് ഉണ്ട്, ആസിഡ് റെസിസ്റ്റന്റും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സൾഫർ റെസിസ്റ്റന്റും ഉണ്ട്. ഓക്കെ, the acid-resistant lacquer is ordinarily gold-colored enamel, and the cans treated with it is called as AR enamel cans. So, acid-resistant lacquer എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡ് കളേർഡ് ഇനാമൽ ആണ് അതിനുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് എന്താണ് ഗോൾഡ് കളേർഡ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും, AR enamel cans അഥവാ ആസിഡ് റെസിസ്റ്റന്റ് ഇനാമൽ cans എന്ന് നമ്മൾ പറയും. Okay, and the sulfur resistant lacquer is also golden color, and the cans coated with it are called C enamel cans or SR cans. And sulfur resistant ഏത് കളറാണ്, ഗോൾഡൻ കളർ തന്നെയാണ്, അതിനെ നമ്മൾ എന്ത് പറയും,
സി ഇനാമൽ ക്യാൻസ് എന്നോ അല്ലെങ്കിൽ SR ക്യാൻസ് എന്നോ പറയും. ഓക്കെ, ആസിഡ് റെസിസ്റ്റന്റ് ക്യാൻസ് ആർ യൂസ്ഡ് ഫോർ പാക്കിംഗ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ദ ആസിഡ് ഗ്രൂപ്പ് വിത്ത് soluble coloring matter such as raspberry, strawberry, red plum, colored grapes, etc. സോ ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാൻസ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ആസിഡ് കണ്ടന്റ് ഉള്ള ഫുഡ് പ്രോഡക്ട്സിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താ കളേർഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്, ഇപ്പൊ സ്ട്രോബെറി, കളേർഡ് ഗ്രേപ്സ്, അതൊക്കെ എന്താണ് കളേർഡ് ആയിട്ടുള്ള, അതിനെയൊക്കെ എന്താ പാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഈ നമ്മൾ ഏതാ ഈ ആസിഡ് റെസിസ്റ്റന്റ് ക്യാൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സൾഫർ റെസിസ്റ്റന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നോൺ ആസിഡ് പ്രോഡക്ട്സ് ലൈക്ക് പീസ്, കോൺ, ബീൻ, ഇതിനെയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ നോൺ ആസിഡ് പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലാസ് ടൈലിലേക്ക് ടൈപ്സ് ഓഫ് ലാക്കേഴ്സ്. പല ടൈപ്സ് ഓഫ് ലാക്കേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതാണ്? ഇപ്പോക്സി ഫിനോളിക് ലാക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി ലാക്കർ യൂസ്ഡ് എസ്പെഷ്യലി ഇൻ ഫുഡ് കാനിങ് ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ആസിഡ്സ് ആൻഡ് ഹാസ് ഹൈ സ്റ്റെബിലിറ്റി. സോ ഇപ്പോക്സി ഫിനോളിക് ലാക്കേഴ്സ് ആണ് എന്ത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഫുഡ് കാനിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഇപ്പോക്സി ഫിനോളിക് ലാക്കർ. ഇതാണ് എന്ത് കോമൺ ആയിട്ട് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്താണ്? ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ആസിഡ്സ് ആൻഡ് ഹാസ് ഹൈ സ്റ്റെബിലിറ്റി. അതിന് സ്റ്റെബിലിറ്റിയും വളരെ കൂടുതലാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താ ആസിഡിനോടൊക്കെ ഇത് വളരെ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, ദെൻ പറയുന്നത് എന്താണ്? അക്രിലിക്. അക്രിലിക് എന്ന് പറയുന്നത് when the can need to have good color retention. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാനിന് നല്ല കളർ റിറ്റൻഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കളർ അങ്ങനെ തന്നെ റിമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? അക്രിലിക് ലാക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് എക്സ്റ്റേണലി ബട്ട് നൗ അക്രിലിക് ക്യാൻ ബി യൂസ്ഡ് ഇന്റേണലി ആസ് എ വൈറ്റ് കോട്ടിംഗ് ടു മേക്ക് ദ അപ്പിയറൻസ് അട്രാക്റ്റീവ്. നേരത്തെയൊക്കെ എന്താണ് നമ്മുടെ അക്രിലിക് ക്യാൻസിന് അല്ലെങ്കിൽ അക്രിലിക് ലാക്കേഴ്സിന് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? പുറത്ത് എക്സ്റ്റേണൽ കോട്ടിങ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ ഇന്റേണൽ കോട്ടിങ്സ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് കളർ ആയിരിക്കും? വൈറ്റ് കളേർഡ് ആയിരിക്കും. ഒരു അട്രാക്റ്റീവ് നേച്ചറിന് വേണ്ടി നമ്മൾ അത് ഇന്റേണലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഫിനോളിക് ലാക്കർ. ഫിനോളിക് ലാക്കർ എന്താന്ന് വെച്ചാൽ വിച്ച് ഈസ് നോർമലി യൂസ്ഡ് ഫോർ മീറ്റ് ആൻഡ് ഫിഷ് പ്രോഡക്റ്റ് സ്കാനിങ്. സോ മീറ്റ്, ഫിഷ്, അതിന്റെയൊക്കെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാക്കർ ആണ് എന്ത്? ഫിനോളിക് ലാക്കർ എന്ന് പറയുന്നത്. ആൻഡ് ഫിനോളിക് ലാക്കർ ഈസ് സ്റ്റേബിൾ ഓവർ കെമിക്കൽ ആൻഡ് ഹാസ് ലോ ബാരിയർ. സോ ഫിനോളിക് ലാക്കർ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽസ് അല്ലെങ്കിൽ ഫർദർ റിയാക്ഷൻസിനോടൊക്കെ എന്താണ് സ്റ്റെബിലിറ്റി കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ലാക്കർ ആണ് എന്ത്? ഈ ഫിനോളിക് ലാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് വിനൈൽ ലാക്കേഴ്സ്. വിനൈൽ ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ സെക്കൻഡറി ലാക്കേഴ്സ്. സോ സെക്കൻഡറി ലാക്കേഴ്സ് ആയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? വിനൈലിനെ ഒക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഗുഡ് അഡീഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹാസ് ഓർഡർ ആൻഡ് ഫ്ലേവർ ബാരിയർ. സോ ഇതെന്താണ്? നല്ല രീതിയിൽ അഡ്ഹസീവ് പ്രോപ്പർട്ടി, അതായത് ഒന്നൊന്നിനോട് ചേർന്നിരിക്കാൻ, അല്ലെങ്കിൽ ഇതിനെന്താണ് നമ്മുടെ കണ്ടെയ്നറിനോട് അല്ലെങ്കിൽ ക്യാനിനോട് ചേർന്നിരിക്കാനുള്ള അഡ്ഹസീവ് പ്രോപ്പർട്ടി എന്താണ്? കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ആൻഡ് ഇതിനെന്താണ്? ഓർഡറും ഫ്ലേവറിനും ബാരിയർ ആയിട്ട് ആക്ട് ലൈക്ക് എന്താ പുറത്തുനിന്ന് ഒരു ഓർഡർ നമ്മുടെ ക്യാനകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ ക്യാൻ അകത്തുള്ള ഇതിന്റെ ഓർഡർ പുറത്തേക്ക് പോകാനോ അതിന്റെയൊക്കെ എഗെയിൻസ്റ്റ് എന്താണ്? ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് however it cannot withstand high temperature. പക്ഷെ ഇതിനെന്താണ്? ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് മേക്സ് ഇറ്റ് നോട്ട് സ്യൂട്ടബിൾ ടു പാക്ക് പ്രോഡക്ട്സ് ദാറ്റ് നീഡഡ് ടു അണ്ടർഗോ ഹൈ പ്രോസസിംഗ് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ എന്താ നല്ല പ്രോസസിംഗ് ടെമ്പറേച്ചർ ഒക്കെ വേണ്ട ഫുഡ് പ്രോഡക്ട്സിന്റെ കേസിൽ, ലൈക്ക് ഇപ്പോ നോൺ ആസിഡ് ഫുഡ്സിന്റെ ഒക്കെ കേസിൽ എത്ര നമ്മൾ 121 ഡിഗ്രിയാണ് പറഞ്ഞത്. സോ അത്ര ഹൈ ടെമ്പറേച്ചർ വേണ്ട ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഏത് ലാക്കറിങ് യൂസ് ചെയ്യാൻ പറ്റില്ല? വിനൈൽ ലാക്കറിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത്? ഒലിയോറെസിനസ് ലാക്കർ എന്ന് പറയുന്നത്. ആൻഡ് ഒലിയോറെസിനസ് ലാക്കർ എന്താന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് ലാക്കർ ഈസ് മോഡിഫൈഡ് വിത്ത് ദ അഡീഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ്. സോ സിങ്ക് ഓക്സൈഡ് എന്താ ലാക്കറിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് എന്ത്? ഒലിയോറെസിനസ് ലാക്കർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ് വിച്ച് ആർ ആർ ഗ്രൂപ്പ് ആൻഡ് സി ഗ്രൂപ്പ്. സോ ഈ ഒലിയോറെസിനസ് ലാക്കറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർ ഗ്രൂപ്പും ഉണ്ട്, സി ഗ്രൂപ്പും ഉണ്ട്. ആർ ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു പാക്ക് ഹൈ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് while C group is used to pack high protein products. So R group എന്ന് പറയുന്നത് എന്താണ്? ഹൈ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ വെജിറ്റബിൾസിനൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് സി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ പ്രൊഡക്ട്സിനെ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത്? ബോട്ട്ലിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ബോട്ട്ലിംഗ് എങ്ങനെയാണ്? സോ ബോട്ടിൽസ് ഹാവ് ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ബട്ട് ആർ റിയൂസബിൾ. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ പറയാ ബോട്ടിൽസിന് ഇനിഷ്യൽ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും, പക്ഷെ അതെന്താണ്? നമുക്ക് റിയൂസബിൾ ആണ്. ഓക്കെ, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് പ്രൊവൈഡ് വെരി അട്രാക്റ്റീവ് ലുക്ക് ആൻഡ് റെസിസ്റ്റൻസ് ടു ഡെവലപ്മെന്റ് ഓഫ് മെറ്റാലിക് ഫ്ലേവർ. നമ്മളിപ്പം ഇവിടെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് എന്ത് ക്യാനിങ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ അത് വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം എന്താ? അത് ട്രാൻസ്പെറന്റ് ആണ്. അതിനകത്ത് എന്താ സാധനം ഉള്ളതെന്ന് എന്താ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താ നമുക്ക് ട്രസ്റ്റ് വർത്തിയും ആണ്. ഓക്കെ, പക്ഷെ എന്താ അതുപോലെ തന്നെ
തന്നെ എന്താ അതിനകത്ത് അപ്പം അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകിച്ച് മെറ്റാലിക് കളർ ഒന്നും ഫോം ചെയ്യില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അതെന്താണ് മാനുഫാക്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അത് സ്യൂട്ടബിൾ അല്ല. ബിക്കോസ് ജനറൽ സ്റ്റെപ്സ് ഫോളോഡ് ഇൻ പ്രോസസിംഗ് ആർ സെയിം as that of canning. That is, bottles are thoroughly washed and sterilized before filling. ഫില്ലിങ്ങിന് മുമ്പ് എന്താണ് നമ്മുടെ എന്താ ബോട്ടിലിനെ എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. ആൻഡ് അതിനകത്ത് എത്ര വേണം, 1 to 1.5 centimeter എന്തായിരിക്കണം ഹെഡ് സ്പേസ് നമ്മൾ വിട്ടിരിക്കണം. ഓക്കെ. ആൻഡ് ദർ ഇസ് നോ നീഡ് ഓഫ് എക്സോസ്റ്റിംഗ് സെപ്പറേറ്റ്ലി ആസ് ഇറ്റ് ഈസ് ഡൺ സൈമിൾട്ടേനിയസ് വിത്ത് സ്റ്റെറിലൈസേഷൻ. ചില കേസസിൽ എന്താണ് നമ്മൾ എക്സോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ എക്സോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നടന്നു പൊക്കോളും. ആൻഡ് ദ വാട്ടർ ടെമ്പറേച്ചർ ഷുഡ് ബി റേസ് സ്ലോലി ആസ് ടു മച്ച് ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ ലീഡ്സ് ടു ബ്രേക്കേജ്. ആൻഡ് വാട്ടർ ടെമ്പറേച്ചർ നമ്മൾ എന്താ ഇപ്പൊ സ്റ്റെറിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്താണ് പതിയെ ഇൻക്രീസ് ചെയ്യണം. അല്ല നല്ല ഹൈ ടെമ്പറേച്ചറിലേക്കാണ് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നെങ്കിൽ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ ഉണ്ടാകും ആൻഡ് മേ ലീഡ്സ് ടു ബ്രേക്കേജ്. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് സ്റ്റെറിലൈസേഷൻ lids are left open and boiling water for sterilization should be filled up to the neck of the bottles. So എന്താ നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസിന്റെ സമയത്ത് എന്താണ് ഇതിന്റെ ലിഡ്സ് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് എന്താ ഗ്യാസ് ഫോം ചെയ്യുന്നത് എന്താ റിലീസ് ആയി പോവാൻ. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇപ്പം ലിക്വിഡ്സിന്റെ ഒക്കെ കേസാണ് ലിക്വിഡ്സ് എത്ര വരെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, ആ ബോട്ടിലിന്റെ നെക്ക് വരെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ബോട്ടിൽസ് ആർ ക്ലോസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ആൻഡ് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണ് നമ്മൾ ഇതിനെ നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ. ദെൻ പറയുന്നത് എന്താണ് ക്യാൻഡ് ഫുഡ്സിനകത്തെ സ്പോയിലേജ്. ഓക്കെ. നമ്മുടെ എല്ലാ ഫുഡ് പ്രൊഡക്ട്സിന്റെ കേസിലും എന്താണ് സ്പോയിലേജ് ഉണ്ടാവും. നമ്മളിപ്പോ എത്ര സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെയും കേസിൽ എന്താണ് സ്പോയിലേജ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ജനറലി 2 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ക്യാൻഡ് ഫുഡ്സിനകത്ത് സ്പോയിലേജ് ഉണ്ടാകുന്നത്. ഒന്ന് ബൈ മീൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, 2 ബൈ മീൻസ് ടു എന്താണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. സോ ബൈ മീൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് വഴിയും എന്താണ് നമ്മുടെ ക്യാൻഡ് ഫുഡ്സിനകത്ത് എന്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, സ്പോയിലേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ മൈക്രോബിയൽ സ്പോയിലേജ്, thermophilic and mesophilic organisms are responsible for in the microbial spoilage. Microbial spoilage in the canned foods നകത്ത് വരാൻ വേണ്ടിയിട്ട് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, തെർമോഫിലിക് ആൻഡ് മീസോഫിലിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം. ദാറ്റ് ഈസ് തെർമോഫിലിക് ബാക്ടീരിയ ക്യാൻ സർവൈവ് അറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, തെർമോഫിലിക് ബാക്ടീരിയക്ക് ഉണ്ട്. ആൻഡ് ഫാക്കൾട്ടേറ്റീവ് തെർമോഫൈൽസിന് എത്രയാണ്, ക്യാൻ ഗ്രോ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 43 degrees Celsius. And obligate thermophiles in എത്രയാണ് temperature 43 to 77 degrees Celsius. And spoilage by mesophilic organism indicate under processing. നമ്മുടെ പ്രോസസിംഗിന്റെ സമയത്താണ് എന്ത് മീസോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് സ്പോയിലേജ് എന്താ പറയാ ഇൻഡിസസ് കാണിക്കുന്നത്. ഓക്കെ. So Clostridium, Bacillus, yeast and fungi involve the formation of carbon dioxide and hydrogen. So നമ്മുടെ canned foodsനകത്ത് എന്താണ് ക്ലോസ്ട്രീഡിയം അല്ലെങ്കിൽ ബാസിലസ് അല്ലെങ്കിൽ ഈസ്റ്റ്, ഫംഗി ഈ പറയപ്പെട്ട മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എന്തിലേക്ക് കാരണമാകും, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനും എന്ത് ഫോം ചെയ്യാൻ റെസ്പോൺസിബിൾ ആകും. ഓക്കെ. Thermophiles can cause 3 types of spoilage. Thermophilic ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് 3 രീതിയിലുള്ള സ്പോയിലേജ് കാണിക്കും. ഓക്കെ. ഒന്നാമത്തെ എന്താണ് ഫ്ലാറ്റ് സോഴ്സ് സ്പോയിലേജ്. ഓക്കെ. ഫ്ലാറ്റ് സോഴ്സ് സ്പോയിലേജ് എന്താന്ന് വെച്ചാൽ നോൺ എസ്ട്രി ഫുഡ്സ് ബൈ ബാസിലസ് സച്ച് as Bacillus coagulans and Bacillus styrothermophilus. സോ ഏതാണ് ബാസിലസ് കോയാഗുലൻസോ അല്ലെങ്കിൽ ബാസിലസ് സ്റ്റീറോതെർമോഫൈൽസ് ഈ 2 കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു നോൺ അസിഡിക് സ്പോയിലേജ് ആണ് എന്ത് ഫ്ലാറ്റ് സോഴ്സ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ എന്താണ് തെർമോഫിലിക് ആസിഡ് സ്പോയിലേജ്, തീമോഫിലിക് ആസിഡ് സ്പോയിലേജ്. അതിനകത്ത് എന്താ പറയുന്നത്, Clostridium thermosaccharolyticum is responsible for this defect and can swell due to production of carbon dioxide and hydrogen. And ഇതിന്റെ കേസിൽ എന്താ Clostridium thermosaccharolyticum എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, തീമോഫിലിക് ആസിഡ് സ്പോയിലേജ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതിനകത്ത് എന്താ പറ്റുന്നത്, നമ്മുടെ ക്യാൻസർ സ്വെല്ല് ചെയ്യും എന്തിന്റെ പ്രസൻസ് കൊണ്ട്, അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഒക്കെ ഉള്ളത് കൊണ്ട്. ഓക്കെ. ദെൻ പറയുന്നതാണ് എന്ത് സൾഫൈഡ് സ്പോയിലേജ് വിച്ച് ഈസ് ഓൾസോ നോൺ as സൾഫർ സ്റ്റിങ്കർ ആൻഡ് കോസ്ഡ് ബൈ എന്താണ് Clostridium nigricans in low acid foods. സോ Clostridium nigricans എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ലോ ആസിഡ് ഫുഡ്സിൽ ഉണ്ടാക്കുന്നതാണ് എന്ത് സൾഫൈഡ് സ്പോയിലേജ്, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ as എന്താണ് സൾഫർ സ്റ്റിങ്കർ. ഓക്കെ. സോ ഏതാണ് നമ്മൾ മൈക്രോബിയൽ സ്പോയിലേജിന്റെ കേസിൽ എസ്പെഷ്യലി നമ്മൾ പറയുന്ന ആരൊക്കെയാണ്
ഫ്ലാറ്റ് സോർ ഉണ്ട്, തീമോഫിലിക് ആസിഡ് സ്പോയിലേജ് ഉണ്ട്, സൾഫൈഡ് സ്പോയിലേജ് ഉണ്ട്. ഓക്കെ, സോ ഫ്ലാറ്റ് സോർ എന്ന് പറയുമ്പോൾ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നോൺ ആസിഡസ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിൽ ബാസിലസ് കോയാഗുലൻസും ബാസിലസ് തെർമോഫിലസും ചേർന്ന് ഉണ്ടാക്കുന്നതാണ് എന്ത്? ഫ്ലാറ്റ് സോർ സ്പോയിലേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തിമോഫിലിക് ആസിഡ് സ്പോയിലേജ് ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലിറ്റിക്കും അതാണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? തീമോഫിലിക് ആസിഡ് സ്പോയിലേജ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഹൈഡ്രോജന്റെയും പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ക്യാൻസ് എന്ത് ചെയ്യും? സ്വെൽ ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നത് സൾഫൈഡ് സ്പോയിലേജ് ആണ്. ലോ ആസിഡ് ഫുഡ്സിന്റെ കേസിൽ ക്ലോസ്ട്രീഡിയം നിഗ്നിഫിക്കൻസ് ഒക്കെ ചേർന്ന് ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് സ്പോയിലേജ് ആണ് എന്ത്? സൾഫൈഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ as എന്താണ്? സൾഫർ സ്റ്റിങ്കർ. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത്? സ്പോയിലേജ് ഡ്യൂ ടു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതിനകത്ത് ഉണ്ടാവുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് വഴി ഉണ്ടാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോയിലേജ് ആണ് എന്ത്? സ്വെല്ലിംഗ്. അതായത് നമ്മുടെ എന്താ ഇതിനകത്ത് പ്രഷർ ഇതാവുന്ന കാരണം നമ്മുടെ ക്യാൻസ് എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. അതിനകത്ത് തന്നെ എന്തുണ്ട്? ഹൈഡ്രജൻ സ്വെൽ ഉണ്ട്, ഫ്ലിപ്പർ, സ്പ്രിങ്ങർ, സോഫ്റ്റ് സ്വെൽ, ഹാർഡ് സ്വെൽ. ദെൻ എന്താണ്? ലീക്കേജ്, ബ്രീത്തിങ്, സ്റ്റാഗ് ബ്രൗണിങ്. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് സ്പോയിലേജസ് ആണ്. Okay, so spoilage of can observed due to the biological or chemical reasons or a combination of both. അതിനകത്ത് എന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് എന്തെങ്കിലും ബയോളജിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന വഴിയോ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഈ ക്യാൻഡ് ഫുഡ്സിനകത്ത് സ്പോയിലേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. The biological spoilage is primarily due to microbial growth, while the chemical spoilage is due to hydrogen produced by the action of acids in food and iron present in cans. So biological spoilage എന്തുകൊണ്ടുണ്ടാവാം? നമ്മളിപ്പോ പറഞ്ഞ പോലെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ബാക്ടീരിയ, ഈസ്റ്റ്, ഫംഗൈ ആരുടെങ്കിലും ഒക്കെ ഗ്രോത്ത് കൊണ്ടിട്ട് എന്താവാം? ബയോളജിക്കൽ സ്പോയിലേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ മൈക്രോബിയൽ സ്പോയിലേജ് ഉണ്ടാവാം. രണ്ടാമത്തെ കെമിക്കൽ സ്പോയിലേജ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനകത്തെ ആസിഡും നമ്മുടെ കണ്ടെയ്നറും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്താ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഈ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് എന്ത്? അല്ലെങ്കിൽ അതുപോലെയുള്ള റിയാക്ഷൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ത്? കെമിക്കൽ സ്പോയിലേജ് എന്ന് പറയുന്നത്. സംടൈംസ് സ്വെല്ലിംഗ് ഓഫ് ക്യാൻ പ്രോഡക്ട്സ് ഒബ്സർവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഹൈ സമ്മർ ടെമ്പറേച്ചർ. ചില സമയത്ത് നമ്മുടെ ക്യാൻഡ് ഫുഡ്സിനകത്ത് നമ്മൾ പറയുന്ന ഒരു ഇതാണ് എന്ത്? ഈ സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ സ്വെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് വീർക്കുക, നോർമലി പറയുന്ന പോലെ അത് വീർക്കുക. സോ അത് വീർക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഹൈ സമ്മറിൽ നല്ല ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനകത്ത് എന്താണ്? റിയാക്ഷൻ നടന്നിട്ട് എന്ത് പറ്റും? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. Okay, so hydrogen swell is due to the production of hydrogen gas in can because of action of acid of food and iron of canned products, especially in acidic foods. So acidic foods in the case നമ്മുടെ ഫുഡിനകത്തെ ആസിഡും ക്യാൻഡ് പ്രൊഡക്ട്സിനകത്തെ അയണും കൂടെ ചേർന്നിട്ട് എന്ത് പറ്റും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? ഹൈഡ്രജൻ സ്വെല്ലിലേക്ക് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഫെർമെന്റേഷൻ ഓർ ബാക്ടീരിയൽ സ്പോയിലേജ്. അതിന് ഫെർമെന്റേഷൻ പ്രോസസ്സിനോടോ അതുപോലെ തന്നെ ബാക്ടീരിയൽ സ്പോയിലേജിനോടോ എന്താണ്? ഒരു റിലേഷനും ഇല്ല. ആൻഡ് ക്യാൻഡ് പ്രൊഡക്ട്സ് ഷോ വേരിയഡ് ഡിഗ്രി ഓഫ് ബൾജിങ് ആൻഡ് ദിസ് പ്രോബ്ലം ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ് ഇൻ storage temperature, higher acidity nature of food, presence of soluble sulfur and phosphorus content, and internal surface lacquering of container. So ഈ ക്യാൻഡ് പ്രൊഡക്ട്സിനകത്ത് എന്താണ്? പല ടൈപ്സ് ഓഫ് സ്വെല്ലിംഗ് കാണിക്കാം. അതായത് ചിലതിനകത്ത് ഹൈഡ്രജൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ചിലതിന്റെ കേസിൽ കുറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ സ്റ്റോർ ചെയ്യുന്ന, അതായത് ഫർദർ പ്രോസസിങ് കഴിഞ്ഞ് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുമല്ലോ. അപ്പൊ ആ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫുഡ് മെറ്റീരിയലിന്റെ അസിഡിറ്റിയെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് സോല്യൂബിൾ ആയിട്ടുള്ള സൾഫർ അല്ലെങ്കിൽ ഫോസ്ഫറസ് കമ്പോണൻസ് ഉണ്ടായിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതും അല്ലെങ്കിൽ എന്താ നമ്മൾ ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാക്കറിംഗ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ലാക്കറിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കാത്തതിന്റെ പക്ഷം ഒക്കെ എന്തുണ്ടാവാം? ഇതുപോലെയുള്ള ഹൈഡ്രജൻ സ്വെൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ പറയുന്നത് സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ്. സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ് അല്ലെങ്കിൽ സൾഫൈഡ് സ്പോയിലേജ് എന്താന്ന് വെച്ചാൽ this type of spoilage occurs in low acid foods and the causative organism involved in this is desulfotomaculum nigricans. സോ എന്താണ് സൾഫൈഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്? ലോ ആസിഡ് ഫുഡ്സിന്റെ ഒക്കെ കേസിൽ ഉണ്ടാവുന്നതാണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്? desulfotomaculum nigricans എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം വഴി ഉണ്ടാവുന്നതാണ് എന്ത്? ഈ സൾഫൈഡ് സ്പോയിലേജ് അല്ലെങ്കിൽ സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സ്പോയിലേജ് കോസ് ഡിസ്കളറേഷൻ ഇൻസൈഡ് ദി ക്യാൻ ഷോർട്ട് പിങ്ക് ടു ഡാർക്ക് പർപ്പിൾ. സോ ഈ സ്പോയിലേജ് എങ്ങനെ കാണിക്കുന്ന വെച്ചാൽ സ്വെല്ലിങ്ങും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ക്യാൻ തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്ത് പറ്റും? ഡിസ്കളറേഷൻ കാണിക്കും. ഒന്നുകിൽ പിങ്ക് കളർ, ഒന്നെങ്കിൽ പിങ്ക് കളർ, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും ഡാർക്ക് പർപ്പിൾ കളർ ആയിരിക്കും എന്ത് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ,
സോ ഹൈഡ്രജൻ സൾഫൈഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് സൾഫർ കണ്ടെയ്നിങ് പ്രോട്ടീൻസ്. എങ്ങനെയാണ് ഇതിനകത്ത് സൾഫൈഡ് സ്പോയിലേജ് ഉണ്ടാവുന്നത് വെച്ചാൽ എന്താ, അതിനകത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇതിനകത്തുള്ള സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ എന്താ, നമ്മുടെ ഇതിനകത്തുള്ള സൾഫർ കണ്ടെയ്നിങ് പ്രോട്ടീൻസിന്റെ ഒക്കെ ഫോർമേഷൻ വഴി അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വഴി എന്താണ്, ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യും. സോ അങ്ങനെ ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുന്ന വഴിയാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ഈ എന്താ സൾഫൈഡ് കണ്ടന്റ് ഉണ്ടാവുന്നത്. അപ്പൊ സൾഫൈഡ് കണ്ടന്റ് ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ പ്രോഡക്റ്റിനകത്ത് പിങ്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ കളർ ഉണ്ടാവും. ഓക്കെ, സോ ഏതൊക്കെയാണ് ഇപ്പൊ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രോട്ടീൻസ് പറയാം, ലിവർ, കിഡ്നി, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. ആൻഡ് ബൈ ഓർഗാനിസംസ് ഓഫ് ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പ്, ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസത്തിന്റെ പ്രസൻസ് കൊണ്ടും എന്താണ് ഈ സൾഫൈഡ് ഉണ്ടാവും. വിത്ത് ദ ഓർഡർ റിസംബിൾ ലൈക്ക് റോട്ടഡ് എഗ്സ്, ലൈക്ക് ഈ ചീഞ്ഞ മുട്ടയുടെ ഒക്കെ സ്മെൽ ഉണ്ടാവും. ഓക്കെ, ഈ കൈൻഡ് ഓഫ് സ്പോയിലേജ് വരികയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ബ്ലാക്ക് ഡിസ്കളറേഷൻ ഒബ്സർവ്ഡ് ബിക്കോസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് റിയാക്ഷൻ വിത്ത് സ്റ്റീൽ ബേസ് ഓഫ് tin which produces iron sulfide and may lead to pitting. സോ അതിനുശേഷം ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവും. ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവുന്ന എന്താന്ന് വെച്ചാൽ ഈ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ സൾഫൈഡ് നമ്മുടെ എന്താ കണ്ടെയ്നറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ സൾഫൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ കുത്തു 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 പോലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ. ദെൻ പറയുന്നതാണ് എന്ത്, ടി എ സ്പോയിലേജ് അല്ലെങ്കിൽ തെർമോഫിലിക് അനേറോബിക് സ്പോയിലേജ് എന്ന് പറയും. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സ്പോയിലേജ് is caused by thermophilic anaerobes which are not able to produce hydrogen sulfide. സോ തെർമോഫിലിക് അനേറോബിക് സ്പോയിലേജ് എന്തുകൊണ്ട് ഉണ്ടാവുന്നത്, തെർമോഫിലിക് ആയിട്ടുള്ള അനേറോബ്സ് ഉണ്ട്, അവർക്ക് എന്താണ് ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ അങ്ങനെ കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ത്, തെർമോഫിലിക് അനേറോബിക് സ്പോയിലേജ് അല്ലെങ്കിൽ ടി എ സ്പോയിലേജ് എന്ന് പറയുന്നത്. Clostridium thermosaccharolyticum is the main organism involved and produces acid and gas in food, showed sour or cheesy smell in spoiled food products. So എന്താണ് ക്ലോസ്ട്രീഡിയം തെർമോസക്കാരോലിറ്റിക്കം എന്ന് പറയുന്ന മെയിൻ ഓർഗാനിസം ആണ് എന്ത്, ഈ ടി എ സ്പോയിലേജ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദേ പ്രൊഡ്യൂസസ് ആസിഡ് ആൻഡ് ഗ്യാസ് ഇൻ ഫുഡ്സ് ഷോഡ് സോർ ഓർ ചീസി സ്മെൽ. അവരെന്താണ് നമ്മുടെ ഫുഡിനകത്ത് ആസിഡും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും, അതുവഴി എന്താ ഒരുമാതിരി സോർ ടേസ്റ്റ് അല്ലെങ്കിൽ ചീസ് കൈൻഡ് ഓഫ് സ്മെൽ, എന്താ സ്പോയിൽഡ് സ്മെല്ല് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് എന്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ നമ്മുടെ ക്യാൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒന്ന് ഫ്ലാറ്റ്, ലൈക്ക് എന്താ ദിസ് ഈസ് നോർമൽ സ്റ്റേജ് ഓഫ് ക്യാൻ വേർ എൻഡ്സ് ഓഫ് ക്യാൻസ് ആർ സ്ലൈറ്റ്ലി കോൺകേവ് ആൻഡ് ദിസ് സ്റ്റേജ് പാർഷ്യൽ വാക്യൂം എക്സിസ്റ്റ് ഇൻ ക്യാൻസ് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ കണ്ടീഷൻ ഈവൻ ഇഫ് ഡ്രോപ്ഡ് ഓൺ സോളിഡ് സർഫസ്. സോ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്താണ്, നോർമൽ നമ്മുടെ ക്യാനിന്റെ ഒക്കെ നോർമൽ സ്റ്റേജ് ആണ്. അതായത് അതിന്റെ മേളിലത്തെ ഭാഗം എന്താ കുറച്ചൊന്ന് കോൺകേവ് ആയിട്ടായിരിക്കും ഇരിക്കുക, കുറച്ചൊന്ന് അകത്തേക്ക് കയറിയിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് ഇരിക്കുന്നത്. അത് എന്റെ നോർമൽ സ്റ്റേജ് ആണ്. Then പറയുന്നതാണ് ഫ്ലിപ്പർ. This appears flat but on dropping it on solid surface either end can becomes convex on applying pressure that regains its shape. So ഫ്ലിപ്പർ എന്താന്ന് വെച്ചാൽ കൺസിഡർ ചെയ്യാം, നമ്മളിപ്പോ ഒരു ക്യാൻ എടുത്തു, ആ ക്യാന്റെ രണ്ടറ്റം എന്താണ് കുറച്ചിങ്ങനെ പൊങ്ങിയായിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഇച്ചിരി പ്രഷർ കൊടുക്കുമ്പോൾ അതിന്റെ നോർമൽ സ്റ്റേജിലേക്ക് വരും, പക്ഷെ എന്താ അത് കുറച്ചൊന്ന് പൊങ്ങിയായിരിക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേതാണ് എന്ത് പറയുന്നത്, സ്പ്രിംഗർ എന്ന് പറയുന്നത്. സ്പ്രിംഗർ എന്താണ്, ഇറ്റ് ഹാസ് ബോത്ത് എൻഡ്സ് ബൾജ് പുഷ്ഡ് ഇൻസൈഡ്, വൺ എൻഡ് റിമൈൻസ് കോൺകേവ് ബട്ട് അതർ ഫ്ലിപ്സ് ഔട്ട്. സോ സ്പ്രിംഗർ എന്താന്ന് വെച്ചാൽ രണ്ട് എൻഡും എന്താണ് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഒരു എൻഡിലേക്ക് ഒരു എൻഡ് ഞെക്കുമ്പോൾ എന്താ മറ്റേ സൈഡ് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും, എന്നിട്ട് മറ്റേ സൈഡ് ഞെക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ബൾജ് ചെയ്തിരിക്കും. അല്ല ഏതെങ്കിലും ഒരു സൈഡ് എപ്പോഴും എന്തായിരിക്കും ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും. ഓക്കെ, ദിസ് അപ്പിയറൻസ് ഡിസ്ക്രൈബ്സ് സ്ലൈറ്റ് പ്രഷർ ഇൻ ദ ക്യാൻസ് usually caused by poor exhaust, overfilling, denting or variation in temperature. യൂഷ്വലി now ഗ്യാസ് പ്രൊഡക്ഷൻ occurs. സോ ഈ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും എന്താ എക്സോസ്റ്റിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കാത്ത പക്ഷം അല്ലെങ്കിൽ എന്താ ഓവർ ഫില്ലിംഗ് ആവുമ്പം അതിന്റെ ഒക്കെ കൊണ്ടാണ് എന്ത് ഈ സ്പ്രിംഗർ കൈൻഡ് ഓഫ് എന്താ ഈ സ്പോയിലേജ് ഉണ്ടാവുന്നത്. ആൻഡ് ഇതെന്താ ഇതിനകത്ത് ഗ്യാസ് പ്രൊഡക്ഷൻ ആണ് ഉണ്ടാവുന്നത്, സോറി ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ലൈക്ക് നമ്മൾ കൂടുതലായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിനെ പ്രോസസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുകൊണ്ടാണ് എന്ത് ഈ കൈൻഡ് ഓഫ് സ്പ്രിംഗർ പോലുള്ള എന്താ സ്പോയിലേജ് ഉണ്ടാവുന്നത്. പിന്നെ പറയുന്നതാണ് എന്ത് സോഫ്റ്റ് സ്വെൽ. സോഫ്റ്റ് സ്വെൽ എന്താന്ന് വെച്ചാൽ the ends are burst due to the presence of gas in cans but the ends can be pushed inside with light pressure. സോഫ്റ്റ് സ്വെൽ എന്താന്ന് വെച്ചാൽ കുറച്ചൊന്ന് തള്ളിയിരിക്കും, നമ്മൾ രണ്ട് സൈഡ് ഒരേപോലെ തള്ളിയിരിക്കും, നമ്മൾ എന്താ രണ്ട് സൈഡും അകത്തേക്ക് ഒന്ന് ഞെക്കി കൊടുത്താൽ എന്താ അത് നോർമൽ ഷേപ്പിലേക്കാവും. അതിനാണ് എന്ത് പറയുന്നത് സോഫ്റ്റ് സ്വെൽ എന്ന് പറയുന്നത്. ഹാർഡ് സ്വെൽ എന്താന്ന് വെച്ചാൽ ദിസ് ഈസ് സ്റ്റേജ് വെയർ ഹൈ ഗ്യാസ് പ്രഷർ അക്യുമുലേറ്റ്സ് ഇൻസൈഡ് ക്യാൻ ആൻഡ് ബൾജ്ഡ് ends cannot be pushed inside manually. ഹാർഡ് സ്വെല്ലിന്റെ കേസിൽ എന്താ അതിനകത്ത് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് അതിന്റെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും ക്യാനിനകത്ത്. സോ നമ്മൾ എന്താ ഒരു ഫോഴ്സ് കൊടുത്താലും ഇത് എന്താവില്ല തിരിച്ച് അതിന്റെ നോർമൽ സ്റ്റേജിലേക്ക് ആവില്ല. ഡ്യൂ ടു പ്രഷർ ദ എൻഡ്സ് ഓർ സൈഡ് സീംസ് മേ
buckle or distort, and a very high pressure may lead to bursting or can through seam or ends. So എന്താണ് നമ്മൾ നന്നായിട്ട് കൂടുതൽ പ്രഷർ ആയി കഴിയുമ്പോൾ എന്താ ചിലപ്പം ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ദെൻ പറയുന്നതാണ് ബ്രീത്തർ. ബ്രീത്തർ എന്താന്ന് വെച്ചാൽ this is a type of can which has minute leak allowing air movement into the can. It may not allow microbial entry into the can. സോ ബ്രീത്തർ എന്ന് വെച്ചാൽ പേരിനകത്ത് തന്നെ ഉണ്ട്, അതായത് ക്യാനിനകത്ത് തന്നെ എന്താ കുറച്ച് ഒരു സ്പേസ് വിട്ടുണ്ടാവും, മൈന്യൂട്ട് ആയിട്ട് എന്താ അതിനകത്ത് എന്താ ലൈക്ക് എയർ മൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി, പക്ഷെ അതുവഴി എന്താ ഒരിക്കലും മൈക്രോബിയൽ എൻട്രി അത് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് എന്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാനിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. താങ്ക് യു. സോ ഇത്രയുമാണ് നമ്മുടെ ക്യാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരു ഫോൺ വന്നു, ഐ എം റിയലി സോറി. ഓക്കെ, സോ ഇത്രയുമാണ് എന്ത് നമ്മുടെ ക്യാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്യാനിങ്ങിന്റെ സ്റ്റെപ്സ് പഠിച്ചു, അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു, എങ്ങനെയാണ് ക്യാനിങ് പറഞ്ഞത്, അത് നേരത്തെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ക്യാനിങ് എന്ന് പറയുന്ന ടേം വരുന്നതിനും ഇറ്റ് വാസ് നോൺ as എന്താണ് അപ്പേർട്ടൈസേഷൻ, ബിക്കോസ് ആരാണ് അത് കണ്ടുപിടിച്ചത്, നിക്കോളാസ് അപ്പേർട്ട്. ഓക്കെ, ദെൻ അതിന്റെ ഓരോ സ്റ്റെപ്സ് പറഞ്ഞു, ടെമ്പറേച്ചേഴ്സ് പറഞ്ഞു, പിന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാക്കറിംഗ് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എന്താണ് ദ ക്യാനിങ് പ്രോസസ്. ദെൻ എന്ത് പറഞ്ഞു, ദെൻ വി ഡിസ്കസ്ഡ് ഓൺ ദ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പോയിലേജ് വിച്ച് ഈസ് ഒക്കറിംഗ് ഇൻ എന്താണ് ക്യാൻഡ് ഫുഡ് പ്രോഡക്ട്സ്. അതിനകത്ത് തന്നെ എന്താണ് മൈക്രോബിയൽ സ്പോയിലേജും ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്പോയിലേജും ഉണ്ട്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം. ഇതിന്റെ MCQസും കൂടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, സോ എന്താ നമ്മൾ ഈ തരുന്ന നോട്ട്സ് നമ്മളൊന്ന് നന്നായിട്ട് വായിച്ചു, കാരണം ഏത് സൈഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പം നല്ല എന്താ പറയാ, എനിക്ക് കിട്ടുന്ന എല്ലാ പോർഷൻസ് അല്ലെങ്കിൽ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.